ഹലോ ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വ്യാഴാഴ്ചയാണ് കേട്ടോ, വർക്കിംഗ് ഡേ ആണ്. ആഹിൽ നിന്ന് മദ്രസയില്ല, സ്കൂളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 7 മണിയാകുമ്പോഴേക്കും വിളിച്ചാൽ മതി എന്ന് വിചാരിച്ചു. എപ്പോഴും അങ്ങനെ കിടന്നുറങ്ങാനൊന്നും പറ്റാറില്ലല്ലോ. മദ്രസ ഉള്ള സമയത്ത് 5:30 വിളിച്ച് എഴുന്നേൽപ്പിക്കും. പിന്നെ എല്ലാ ദിവസവും തന്നെ രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്. ഇപ്പോൾ സ്കൂളാണെങ്കിൽ തന്നെ അവനൊരു 7:45 8 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ നിന്ന് പോകും. അപ്പോൾ അപ്പോഴും രാവിലെ എഴുന്നേൽക്കണം. പിന്നെ സാറ്റർഡേ സൺഡേ ആണെങ്കിലും മദ്രസയുണ്ട്. അപ്പോഴും ഈ പറഞ്ഞ പോലെ 6:30 മദ്രസ, അപ്പോഴും രാവിലെ എഴുന്നേൽക്കണം. അപ്പോൾ ആൾക്കങ്ങനെ കുറച്ച് നേരം അങ്ങനെ കിടന്ന് ഉറങ്ങാനുള്ളൊരു ഗ്യാപ്പ് കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ മദ്രസ ഇല്ലാത്ത ദിവസം ഞാൻ കുറച്ച് വൈകിയാണ് അവനെ വിളിക്കുകയുള്ളൂ. കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കോട്ടെ, ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും വിളിക്കുകയുള്ളൂ. വിളിച്ചാൽ പിന്നെ അപ്പം തന്നെ വേഗം എഴുന്നേറ്റോളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡിയായി താഴത്തേക്ക് വരും. അങ്ങനെ ഒരുപാട് സമയമൊന്നും അവൻ എടുക്കില്ല ഒന്നിനും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ ഓർത്ത് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കോട്ടെ, ഒരു 7 മണിയാകുമ്പോൾ വിളിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതേപോലെ ചായക്ക് വെച്ചിട്ടുണ്ട്. ഹസ്ബൻഡും രാവിലെ തന്നെ എഴുന്നേക്കോട്ടെ. ഞാൻ എഴുന്നേൽക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഹസ്ബൻഡും എഴുന്നേറ്റിട്ടുണ്ടാവും. പിന്നെ റൂമിൽ നിന്ന് പുറത്തേക്ക് വരില്ല, കാരണം കുഞ്ഞുറങ്ങുവാണല്ലോ. അപ്പോൾ അവനപ്പോൾ എഴുന്നേക്കണമുണ്ട്, അവൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരു ഗ്ലാസ് ചായ ഹസ്ബൻഡിനും കൂടിയാണ് ഞാൻ വെക്കുന്നത് കേട്ടോ രാവിലെ തന്നെ. അപ്പോൾ പിന്നെ വെജിറ്റബിൾസൊക്കെ എടുത്തിട്ട് ഞാൻ വർക്ക് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. 2 കലത്തിലും ചോറ് വെച്ചിട്ടുണ്ട്, ആഹിലിനുള്ളതും ഞങ്ങൾക്കുള്ളതും. മുമ്പ് ആഹിലിനുള്ളതാണ് കേട്ടോ രാവിലെ വെച്ചത്. അത് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെക്കും. ഞങ്ങൾക്കൊരു 11:30 ആകുമ്പോഴാണ് വെച്ചുകൊണ്ടിരുന്നത്. ചിലപ്പോൾ ആ സമയത്ത് ഞാൻ ജോലിയിൽ വേറെ എന്തെങ്കിലും പുറത്തോ അല്ലെങ്കിൽ ചെടികളുടെ ഇടയിലൊക്കെ ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് വന്നിട്ട് ചോറ് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കൈയോടെ രാവിലെ തന്നെ വെക്കോട്ടോ. കാരണം വേറെ എന്തെങ്കിലും ജോലിയിലോട്ട് ഞാൻ ഇറങ്ങിയാൽ പിന്നെ അതങ്ങോട്ട് ഫിനിഷ് ആവണവരെ അവിടെ തന്നെ ആയിരിക്കും. അതാണൊരു പ്രശ്നം. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. ഇന്ന് ലഞ്ചിന് സോയ ചങ്ക്സ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നല്ലപോലെ ചൂടുവെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ചിട്ട് ചൂടുവെള്ളത്തിലെടുത്തിട്ട് ഒന്ന് തണുത്ത വെള്ളം കാണിച്ച് 2-3 വട്ടം കഴുകി വാരി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു കുഞ്ഞ് പീസാക്കി അതൊരു 2 പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് അരിപ്പുട്ടും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ളത് കുക്കറിൽ തന്നെയാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അതാണ് കുക്കറിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. സവാള വഴറ്റിയതിന് ശേഷം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കടല ചേർത്ത് കൊടുക്കും കേട്ടോ. കുറച്ച് കഴിയുമ്പോഴാണ് വേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. വേപ്പില ഞാൻ ആദ്യമേ ചേർത്ത് കൊടുക്കാറില്ല. ഇപ്പോൾ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് പുട്ട് നനക്കാനുള്ള വെള്ളമാണ് കേട്ടോ വെക്കുന്നത്. അതിനിടയ്ക്ക് ഞാൻ സോയാ ചങ്ക്സ് റെഡിയാക്കണുണ്ടായിരുന്നു. സോയാ ചങ്ക്സ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, എങ്ങനെയാണ് ചെയ്യണേന്നുള്ളത്. ഇത് ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ വഴറ്റിയിട്ട് സവാളയും ചേർത്ത് വഴറ്റി തക്കാളി കുറച്ചധികം ചേർക്കും കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക അങ്ങനെ 1-2 എണ്ണം അതും ചേർക്കും. എന്നിട്ട് നേരെ ഈ വേവിച്ച് വെച്ചിരിക്കുകയാണല്ലോ നമ്മൾ ഓൾറെഡി സോയാ ചങ്ക്സ്, അതും കൂടി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ചെറിയൊരു ഗ്രേവി ആയിട്ടെടുക്കും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കും കേട്ടോ. കാരണം ചെറിയൊരു മധുരം വേണം, അപ്പോഴാണ് ഈ ഒരു ടേസ്റ്റ് നന്നായിട്ട് വരുള്ളൂ. സോയാ ചങ്ക്സ് നമുക്ക് പല രീതിയിൽ വെക്കാമല്ലോ. അപ്പം ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സോയാ ചങ്ക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്ന് മാറ്റുന്നതിനനുസരിച്ച് അടുത്തത് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ മീൻ വറുക്കാനുണ്ട്. ഇന്നലെ നമ്മൾ മസാലയൊക്കെ പുരട്ടി മീൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ആഹിലിന് വറുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ബാലൻസ് ഉണ്ടായിരുന്ന പുട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ക്ലീനിങ് മാത്രമേ ഉള്ളൂ. ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ വെറുതെ ഒന്ന് ഓടിച്ചിട്ടൊന്ന് തുടക്കുന്നുള്ളൂ. സ്ലാബ് മാത്രം ഒന്ന് തുടച്ച് പോവാണ്. പിന്നെ കുപ്പികളൊക്കെ ഒന്ന് ബോട്ടിൽസൊക്കെ തീർന്ന ബോട്ടിൽസ് ഞാൻ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പാത്രം കൂടി കഴുകാനുണ്ടായിരുന്നു, അതും കൂടി ചെയ്തോട്ടോ. ഈ കിച്ചണിലെ ജോലി രാവിലെ തന്നെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്ത് ജോലിക്ക് വേണമെങ്കിലും ഇറങ്ങാം. ഇപ്പോൾ വേറെ എന്തെങ്കിലും ചെടികളുടെ പുറകെയോ അല്ലെങ്കിൽ വീട് ക്ലീനിങ്ങോ അങ്ങനെ എന്തെങ്കിലും കാര്യമൊക്കെ ആയിട്ട് നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങാം. മെയിനായിട്ട് ഫുഡ് ഉണ്ടാക്കലാണല്ലോ. അപ്പോൾ ആഹിലിൻ്റെ തെർമൽ കുക്കറിലേക്ക് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ അത്രേ വേവുള്ളൂ അതിന്. പിന്നെ നമ്മൾ ഇന്നലെ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ, എനിക്കറിയാമായിരുന്നു എന്നാലും അത് തീരില്ല എന്നുള്ളത്. ഇന്നിപ്പോൾ ഞാൻ രാവിലെ തന്നെ അതൊന്ന് ചൂടാക്കി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഉച്ചയ്ക്കല്ലേ നമ്മൾ എടുക്കുകയുള്ളൂ. What a good deal with them. What's a good deal with
ആദ്യം ഇന്നൊരു 8 മണിയായപ്പോഴാണ് എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഉള്ള കുറച്ച് ഡയലോഗാണ് കേട്ടത്. ആഹിൽ ക്ലാസ്സിൽ പോയിട്ടോ ഒരു 8:05 ആയപ്പോഴത്തേനും അവൻ ക്ലാസ്സിൽ പോയി. ഞങ്ങൾ ഫുഡ് കഴിച്ചു. അപ്പോൾ അത് ആലിമിന് ഫുഡ് വാരി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് പുറത്ത് ചെടികളുടെ കുറച്ച് പണിയുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 9 മണിയൊക്കെ ആയി. അപ്പോൾ ആമ്പലതായി ഒരു റിങ്ങിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ശരിക്കും കിണറിൻ്റെ റിങ്ങാണ് കേട്ടോ. അപ്പോൾ അതൊരു ബാലൻസ് വന്നപ്പോൾ ഹസ്ബൻഡ് സെറ്റ് ചെയ്താണ്. അപ്പോൾ ആ റിങ്ങിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു പോട്ടിലാണ് ഈ ഒരു ആമ്പൽ നട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ഇലകൾ പഴുത്ത് കിടക്കുന്നുണ്ട്. ആ ഇലകൾ അങ്ങനെ കിടന്ന് കഴിയുമ്പോൾ അത് ചീഞ്ഞ് വെള്ളം ഒന്നും കൂടി ഡാമേജ് ആയി പോവും. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണേണ്ട. പിന്നെ കുറച്ച് ചെടികളൊക്കെ ഭയങ്കരമായിട്ട് വളർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. മതിലുമേട്ട് പിടിച്ച് കയറുന്നുണ്ടായിരുന്നു മണി പ്ലാന്റൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ആ ഒരു ആദ്യം വരുന്ന ആ ഒരു ലീഫ് ഉണ്ടല്ലോ മണി പ്ലാന്റിന്, നല്ല ഭംഗിയല്ല അത് കാണാനായിട്ട്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് പോട്ടിൽ വെക്കാനായിട്ട്. പിന്നെ ചെറുതായിട്ട് പുല്ല് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട് പോർഷനിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. ഇനിയിപ്പോൾ മുറ്റത്ത് എനിക്കൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. മുറ്റം എന്ന് വെച്ചാൽ ഞങ്ങൾ കംപ്ലീറ്റ് ഇൻ്റർലോക്ക് കട്ട വിരിച്ചിരിക്കുവാണ്. പക്ഷെ എന്നാലും അതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ ചെറിയ പുല്ലുകൾ വളർന്നു വരും കേട്ടോ. അപ്പോൾ സാറ്റർഡേയ്സിലാണ് ഞാൻ ശരിക്കും ഈ ഒരു പണിയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ 2 ആഴ്ചയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നല്ലോണം വളർന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു പുല്ലൊക്കെ പറിച്ച്, പിന്നെ ചെടികളും ഒരുപാട് നീണ്ടു വന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കൊമ്പൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്ത്. അധികം വളർന്നു വന്നാൽ ഈ ചെടികൾ കാണാൻ ഭംഗിയുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഷേപ്പിൽ നിൽക്കുമ്പോഴാണ് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പം അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആദ്യം അതിൻ്റെ ഇടയ്ക്ക് കിളികളെ പോയി കളിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെയോ ഇലകൾ പറിച്ചുകൊണ്ടൊന്ന് കൊടുക്കുന്നുണ്ട്. അവൻ കൊടുക്കുന്ന എന്തൊക്കെയോ ഇലകൾ അവർ കഴിക്കുന്നുമുണ്ട്. അങ്ങനെ എല്ലാ ഇലകളൊന്നും കഴിക്കാറില്ല. തുളസി ഇല, പനിക്കൂർക്ക ഇല അതൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ കറുകപ്പുല്ലൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ഈ പനിക്കൂർക്ക ഇല കൊണ്ടുപോയി കൊടുക്കുമ്പോഴാണ് ഇവർ കഴിക്കുന്നത്. അപ്പോൾ അത് കഴിക്കണമെങ്കിൽ പിന്നെയും അത് തന്നെ പോയി അവൻ എടുത്തുകൊണ്ട് പോയി കൊടുക്കും. ഇനി ഈ ഒരു സൈഡ് എനിക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാനുണ്ട്. നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇലകളൊക്കെ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. ഈ നന്നായിട്ട് വളർന്ന് നിൽക്കുന്നത് ചായാമൻസയാണ് കേട്ടോ. അത് ഞാനങ്ങനെ കട്ട് ചെയ്യാറില്ല. മുമ്പ് കട്ട് ചെയ്ത് കളയുമായിരുന്നു. മുമ്പ് ഇതിലും കൂടുതലുണ്ടാവുമായിരുന്നു കേട്ടോ. നന്നായിട്ട് വളർന്ന് നിൽക്കുമായിരുന്നു. ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടൈം കഴിയാനായി തോന്നുന്നു. അപ്പോൾ ഞാൻ ചീരയ്ക്ക് ഇത് ഞാൻ തോരനെടുക്കുന്നതുകൊണ്ട് ഇതങ്ങനെ ഇപ്പോൾ കട്ട് ചെയ്ത് കളയാറില്ല. കട്ട് ചെയ്ത് കൊമ്പ് അത്യാവശ്യം നല്ലൊരു കൊമ്പ് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഇല മാത്രമല്ലേ നമ്മൾ എടുക്കണുള്ളൂ, ബാക്കിയൊക്കെ കളയോ കേട്ടോ. അപ്പോൾ മുളക് നന്നായിട്ട് ഉണ്ടായി നിൽപ്പുണ്ട് കേട്ടോ. വെള്ളമുളകാണ്, അത്ര അങ്ങോട്ട് എരിവില്ല, പക്ഷേ ഉണ്ടായി നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഇതാ ഈ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ, ഞങ്ങൾ മൂന്നാറിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നല്ലൊരു റെഡ് പോലെ നിൽക്കും കേട്ടോ. ഇലകൾ നല്ല റെഡായിട്ട്, നമ്മൾ ഫ്ലവറാണെന്ന് വിചാരിച്ചു, പക്ഷെ അത് ഫ്ലവറല്ല. ശരിക്കും കണ്ട ഒരു ഫ്ലവർ പോലെ ഇരിക്കും കേട്ടോ, പക്ഷേ ഫ്ലവറല്ല. ശരിക്കും അതൊരു ഇല സ്റ്റാർട്ടിങ്ങിൽ നല്ല റെഡ് ഷെയ്ഡായിട്ട് വരും കേട്ടോ. ആ ഒരു ജനുവരി മാസങ്ങളിലാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ പോയിൻസിറ്റിയ എന്നാണ് കേട്ടോ ആ ഒരു പ്ലാന്റിൻ്റെ പേര്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഇങ്ങനെ പറിച്ചുകൊണ്ട് വന്നു. സൈഡിലെല്ലാം അവിടുത്തെ നിരത്തി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോണ വഴിക്കൊക്കെ വെറുതെ നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ കൊണ്ടുവന്നെങ്കിലും ഒരെണ്ണം മാത്രമേ പിടിച്ചുള്ളൂ. അപ്പോൾ ആ ഒരെണ്ണമാണ് ഈ നിൽക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ വളർന്ന് മേളിലോട്ട് പൊങ്ങി വരും. ഞാൻ അവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കും, പിന്നെയും വളർന്നു വരും. അപ്പോൾ ഒരു 2 വർഷത്തോളമായിട്ട് ഈ ഒരു പ്രോസസ്സ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഇവിടെ കാണുന്ന ചെറിയ ചെറിയ പുല്ലുകളൊക്കെ പറിച്ച് അത് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ചെടികളൊക്കെ ഞാൻ അങ്ങനെ ഒരുപാട് വളർന്ന് പോകാനായിട്ട് സമ്മതിക്കില്ല കേട്ടോ. കുറച്ചൊന്ന് ഹൈറ്റ് വെച്ച് വരുമ്പോഴത്തേനും ഞാൻ കട്ട് ചെയ്ത് നിർത്തും. അപ്പോൾ അധികം പൊങ്ങിയുമില്ല, എന്നാൽ കാണാനായിട്ട് നല്ല ഭംഗിയും ഉണ്ടാവും. ആ ഒരു സ്റ്റേജിലാണ് കേട്ടോ ചെടികളൊക്കെ നിർത്തുന്നത്. അപ്പോൾ നല്ല മഴക്കാറ് വന്നിട്ടോ പെട്ടെന്ന്. അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണമെന്ന് വിചാരിച്ച് ധൃതി പിടിച്ച് അടിച്ചു വാരി ക്ലീൻ ചെയ്തു. അപ്പോഴത്തേനും മഴ പൊടിഞ്ഞു തുടങ്ങി കേട്ടോ. ഭാഗ്യത്തിന് മഴയ്ക്ക് മുന്നേ എല്ലാ പണിയും എൻ്റെ കഴിഞ്ഞു. നല്ല രീതിക്ക് തന്നെ മഴ പെയ്തിട്ട്, പക്ഷേ ആ മഴ പെട്ടെന്ന് തന്നെ നിന്നു. ഒരു 5 മിനിറ്റ്, അതാണ് ഞാൻ പറഞ്ഞ ദിവസം ഇങ്ങനെയായിരുന്നു, മഴ പെയ്യും നിൽക്കും അങ്ങനത്തെ ഒരു ഇത്. പിന്നെ ലവ് ബേർഡ്സിൻ്റെ കേജ് ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവർക്ക് ആവശ്യമുള്ള കുറച്ച് ഇലകളും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം തെനാരി ഇല ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വേറെ മാറ്റി കൊടുത്തില്ല. ഇതിങ്ങനെ കെട്ടി വെക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ വന്ന് ഈ തുറന്നിടും കേട്ടോ. അപ്പോൾ കിളികൾ പറന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടി വെക്കുന്നത് കേട്ടോ. മുമ്പ് അങ്ങനെ കെട്ടി വെക്കില്ലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഇന്നലെ വന്നപ്പോൾ ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജ് തുറന്നപ്പോൾ കറക്റ്റായിട്ട് അവൻ്റെ കയ്യിൽ തന്നെ അത് കിട്ടി. അതുകൊണ്ട് നടക്കുവാണ് കേട്ടോ. ഇനിയിപ്പോൾ ക്ലീനിങ് ആണ്. ആഹിലിൻ്റെ റൂം തന്നെയാണ് തുടങ്ങുന്നത് മേളിൽ. അപ്പോൾ അതേപോലെ തന്നെ വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. എന്നാലും മുമ്പത്തേനേക്കാളൊക്കെ ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ.
അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തു, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിട്ട് കൊടുത്തു. പിന്നെ തുടക്കണം, വീടൊന്ന് മേളിലൊന്ന് തുടക്കണം. ഇന്ന് വ്യാഴാഴ്ചയാണല്ലോ, തിങ്കളും വ്യാഴമാണ് മേളിൽ തുടക്കുന്നത്. അപ്പോൾ ഒന്ന് മേളിലൊന്ന് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റൂം കൂടാണ്ട് ഞങ്ങൾക്ക് ഇപ്പുറത്ത് വേറൊരു റൂമും കൂടിയുണ്ട്. ഈ റൂമിൻ്റെ അത്ര വലിപ്പമില്ല, കുറച്ചുകൂടി ചെറിയ റൂമാണ്. അതപ്പോൾ ഇതാ ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇത്രയും വൃത്തികേടായിട്ട് കിടക്കാറില്ല. ഇതിപ്പോൾ നമ്മളുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ആഹിൽ ഞങ്ങളുടെ കൂടെ താഴെ വന്ന് കിടക്കും. അപ്പോൾ ആഹിലിന് കിടക്കാനായിട്ട് ഈ ഒരു ബെഡും ആ ബ്ലാങ്കറ്റൊക്കെ എടുത്തിട്ടാണ് താഴെ കിടത്തുന്നത്. അപ്പോൾ തിരിച്ചു കൊണ്ടുവന്നിടുമ്പോൾ പിന്നെ നമ്മളുടെ കൈ ഒഴിയുമ്പോഴായിരിക്കും നമ്മളിതൊന്ന് ഒതുക്കി വെക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വിരിച്ച് മര്യാദക്ക് ഇടുകയാണ്. ഞങ്ങളുടെ ഈ വീടെന്ന് പറയുന്നത് ഹസ്ബൻഡിന് മാത്രം അധ്വാനമാണ് കേട്ടോ. ഹസ്ബൻഡ് ഞങ്ങൾ തന്നെ സ്ഥലം വാങ്ങിച്ചു, ഞങ്ങൾ തന്നെ പണിത വീടാണ്. നമുക്കങ്ങനെ പ്രോപ്പർട്ടി ആയിട്ട് അങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടുക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട് പണിതത്. ഒറ്റയടിക്ക് പണിതെടുക്കുകയല്ല ചെയ്തത്. ആദ്യം പ്ലോട്ട് വാങ്ങിച്ചിട്ടു, അതിനുശേഷം വീട് പണി തുടങ്ങി. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ബഡ്ജറ്റൊക്കെ പ്രശ്നം വന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ച് വീട് പണി നിർത്തി വെക്കേണ്ടി വന്നു. പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒരു 2 വർഷം എടുത്തിട്ടാണ് ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞത്. 2014 ഞങ്ങൾ ഈ ഒരു ലാൻഡ് വാങ്ങിച്ചത്. 15 ആയപ്പോഴത്തേനും വീട് പണി തുടങ്ങി. 2017 ഞങ്ങൾ താമസമായി. അപ്പോൾ 2 വർഷം എടുത്തിട്ടാണ് ഈ ഒരു വീട് കംപ്ലീറ്റ് ആയത്. ആ ഒരു റൂമും ക്ലീൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെടികളൊക്കെ വാടി നിൽക്കുന്നുണ്ടായിരുന്നു. ചെടികളൊന്ന് നനച്ചെടുത്തു ബാൽക്കണിയിൽ. ഇന്നും മുളക് കിട്ടി കേട്ടോ ബാൽക്കണിയിൽ നിന്ന്. നമ്മളിങ്ങനെ നട്ടു വളർത്തുന്ന ചെടിയിൽ നിന്ന് ഒരെണ്ണമാണെങ്കിൽ ഒരെണ്ണം അത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ നടുന്നതിൽ നിന്ന് തന്നെ നമുക്ക് എന്തെങ്കിലും കറിക്ക് വെക്കാനൊക്കെ ഉള്ളതായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ബാൽക്കണിയിലെ ചെടിയൊക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട്. അധികം വെള്ളമൊന്നും കൊടുക്കേണ്ടി വന്നില്ല. ഇന്നലെ നന്നായിട്ട് നനച്ചാണ്. അതുകൊണ്ട് ഏകദേശം ഒരു ബക്കറ്റ് വെള്ളം മതി കേട്ടോ ഈ ഒരു മൊത്തം ചെടിക്ക്. നമ്മൾ നനക്കാണ്ട് ഉണങ്ങി നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ 2 ബക്കറ്റ് വെള്ളം വേണ്ടി വരും. അപ്പോൾ ബാൽക്കണിയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഹോളും കൂടി തുടച്ചതിന് ശേഷം വാഷിംഗ് മെഷീനും കൂടി വെച്ചേക്കുന്ന ആ ഒരു ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. ബോഗൺവില്ലാസ് നല്ലപോലെ പൂവിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും ഈ ഒരു ടൈമിൽ ബോഗൺവില്ല അങ്ങനെ പൂവുണ്ടാവില്ലല്ലോ, മഴക്കാലം അല്ലേ. പക്ഷെ എന്താണെന്നറിയില്ല, നല്ലപോലെ പൂവിട്ട് നിൽക്കുന്നുണ്ട്. എനിക്ക് വൈറ്റ് കളറിലെ ബോഗൺവില്ല ഇല്ല എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ നട്ടു വന്നപ്പോൾ നിറച്ച് വൈറ്റ് മാത്രമാണ് ഉള്ളത്. ഇതാ ഈ ഒരു ചെടി നോക്കി, എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാനായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെടിച്ചട്ടി പോലും കാണാത്ത രീതിയിലാണ് ഇതൊന്ന് കവറായിട്ട് വരുന്നത്. എന്ത് രസമാണ് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ ഒരു പ്ലാന്റ്. ശരിക്കും പറഞ്ഞാൽ ഇത് പോട്ടിലാണോ നിൽക്കുന്നതെന്നുള്ളത് നമ്മൾ ആ ഇല ഒന്ന് മാറ്റി നോക്കിയാലേ അറിയുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ഹോളിൽ കുറേ ഡ്രസ്സുകൾ ഞാൻ അലക്കിയത് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് എനിക്കൊന്ന് മടക്കി എടുക്കണം. പിന്നെ ഈ ഹോളും തുടച്ചെടുക്കണം. അപ്പോൾ ആ ഒരു സൈഡിലെ ചെടികൾ കൂടി നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെടി നനക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫുഡിൻ്റെ പരിപാടിയാണ്. മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.